നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അല്ല ഇപ്പോൾ തോന്നുന്നുണ്ടോ? അത് തോന്നിയിരുന്നോ? പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും എല്ലാം ഞാൻ പറഞ്ഞില്ലേ. അതെന്തുകൊണ്ടാണെന്നറിയാം, നമുക്ക് ദേഷ്യം ഉണ്ടാവാതിരിക്കത്തില്ല. ലൈഫിൽ ഒരു തവണയെങ്കിലും ആരോടെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ട് കാണും. ഇത് സ്വാഭാവികമോ, എല്ലാവരും ചെയ്യുന്നൊരു കാര്യമോ. ആ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ പല രീതിയിൽ അവരെ ഹേർട്ട് ചെയ്യും. വാക്കുകൾ കൊണ്ടായിരിക്കും കൂടുതൽ. അവരെ ഒത്തിരി അങ്ങോട്ട് ഹേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദേഷ്യം എല്ലാം തീർന്നതിന് ശേഷം നമ്മൾ ആലോചിക്കും, വേണ്ടായിരുന്നു, എന്തിനാ ഇത്രയും അയാളെ ഹേർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും അവരെ എന്നാത്തിനാണ് ഹേർട്ട് ചെയ്തത്, ഇത്രയും ഹേർട്ട് ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു, എൻ്റെ വാക്കുകൾ ഒത്തിരി കടന്നു പോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അതിന് ശേഷം ചിലപ്പോൾ മേ ബി അവരോട് നമ്മൾ സോറി പറയും, അല്ലേ ചിലപ്പോൾ പറയത്തില്ല. അതിന് ശേഷം പറയും, അവരങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ ഞാനും ചെയ്തത് എന്നും നമ്മൾ പറയും. ഈ രണ്ട് രീതിയിൽ നമ്മുടെ മൈൻഡിലോട്ട് ഈ തോട്ട്സുകൾ വരും. അപ്പോൾ ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തോ പറയാൻ നമുക്കറിയത്തില്ല. അതിന് ശേഷം നമ്മൾ കുറേ റിഗ്രറ്റ് ഫീൽ ചെയ്യും, വേണ്ടായിരുന്നു, അബദ്ധമായിപ്പോയി, ഇനി ഞാനിത് ആവർത്തിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് നന്നാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ആ ദേഷ്യത്തിലൂടെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെയാണ്, നമ്മുടെ മൈൻഡിനെയും. ഫിസിക്കലി ആൻഡ് മെൻ്റലി അത് നമ്മൾ ഒരുപാട് സ്വാധീനിക്കും, ആ ഒരു ദേഷ്യം, അഗ്രസീവായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ. ഒരുവിധം പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ദേഷ്യപ്പെടലല്ല. ദേഷ്യപ്പെട്ട് കുറച്ച് പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇന്ന് വരെ ക്ലിയർ ആക്കിയിട്ടില്ല. അതിന് ഏറ്റവും നല്ലൊരു മെഡിസിൻ എന്താണെന്നറിയാമോ? ഏറ്റവും നല്ലൊരു ട്രിക്സ് എന്താണെന്നറിയാമോ? പറഞ്ഞു തരട്ടെ. സൈലൻസ്. നിശബ്ദമായിരിക്കുക. ഈ നിശബ്ദമായിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ദേഷ്യം വന്നിരിക്കുമ്പോൾ എങ്ങനെ നിശബ്ദമായിരിക്കുക? പറയേണ്ടതെല്ലാം പറയണം. തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട്സ് അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിനേക്കാൾ ഏറ്റവും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് സൈലൻസ്. നമ്മൾ സൈലൻസ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒത്തിരി ആങ്സൈറ്റി ഉണ്ടാവും, ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്തുകൊണ്ടാണ് സൈലൻ്റായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് മൈൻഡിൽ, അല്ലെങ്കിൽ അവൻ്റെ മൈൻഡിൽ എന്തുവാ, ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് തോട്ട്സുകൾ അവരുടെ മൈൻഡിലോട്ട് കയറി വരും. അതിനുശേഷം അവർക്കായിരിക്കും ഇതുപോലുള്ള സ്ട്രെസ്സും പ്രശ്നങ്ങളും വരും. നമ്മൾ സൈലൻ്റായിട്ടിരിക്കുന്നു. അവിടെ രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഒന്ന് ഊതി ഉറപ്പിച്ച് വലിയൊരു ഇഷ്യൂസ് ഉണ്ടാക്കാതെ നോക്കാൻ പറ്റും. രണ്ട്, നമ്മൾ അവരെ ഹേർട്ട് ചെയ്ത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന എന്തിനാണ്? അവരെയും കൂടി വേദനിപ്പിക്കാനാണ്. അതായത് ഞാൻ സ്ട്രെസ്സായിട്ട് ഞാൻ ടെൻഷൻ അടിക്കുന്ന അതേ മാനസികാവസ്ഥ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും ഉണ്ടാക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം, ശരിയല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ സൈലൻസായിരിക്കുമ്പോൾ ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണ്. ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് സൈലൻസ്. കേട്ടിട്ടുണ്ടോ? സൈലൻസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ എവരിത്തിങ്. അത് നമ്മൾ ചുമ്മാ പറയാറുള്ളതാണ് അല്ലേ? അതൊരു പരിധിവരെ സത്യമാണ്. നിശബ്ദമായി ഇരുന്ന് നോക്കിയേ, സൈലൻസായി ഇരുന്ന് നോക്കിയേ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻ കിട്ടും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകും. ഒരുപാട് ബന്ധങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. സൈലൻസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ, നോട്ട് ദ പോയിൻറ്റ്.